ഓരോ ഫോട്ടോ എന്ത് മനോഹരം. ഞാൻ എടുത്തോണ്ട് പറയല്ല, ബ്യൂട്ടിഫുൾ. അതോ അത് ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയാകും. അത് ശരിയാ, നല്ല ഭംഗിയുള്ള സ്ഥലം ഇത്. വിനു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇതൊരു പ്രണയ കഥയാണ്. ഇവരാണ് കഥയിലെ നായകൻ. ഈ കാണുന്നത് കഥയുടെ ആരംഭമല്ല, ക്ലൈമാക്സ് ആണ്. കഥ നമുക്ക് ആരംഭിക്കാം. ഞാൻ നിർത്തി. ആശാനെ തന്നെ അതുപോലെ ഓളമൊന്നുമില്ല ആശാനെ, ഓളമൊക്കെ ആശാനം. ഓളം തല്ലാൻ ഇതിനടാ വൈക്കം കായലോ. നിനക്കിപ്പ എന്താ പ്രശ്നം? ഓളം വേണം. ഇന്നാ പിടിച്ചോ. തന്നരേ തന്നെ തന്ന, തന്നരേ തന്നെ തന്ന, തന്നരേ തന്നെ തന്ന, തന്നെ തന്നെ തന്നരാ, തന്നരേ തന്നെ തന്ന, തന്നരേ തന്നെ തന്ന, തന്നരേ തന്നെ തന്ന, തന്നെ തന്നെ തന്നരാ, തന്നരേ തന്നെ തന്ന, തന്നരേ തന്നെ തന്നെ ചുണ്ടോട് ചേർത്ത് വെച്ച മദ്യപാനം നേടണം. മള്ളൂരെ കണ്ടിട്ട് കാശു കൊടുത്തിട്ട് പെണ്ണാളെ തേടി 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 പോയിടാ. കേറി വടം മക്കളെ. സാധനം തീർന്നോടാ? ഇമാര് തീർന്നല്ല, ഇതിപ്പോ നിങ്ങൾ ആശാൻഷീന് മാത്രം അവന്മാര് തീർന്നു. നിങ്ങളിരി എടുത്തടിക്കടാ. ശകലം വെച്ചേക്കണം, എനിക്ക് വേണം. എവിടെ നമ്മുടെ ആദ്യം എവിടെ? ഈ കയറി ടച്ചിങ്സ് ഉൾപ്പെടാൻ വെച്ചെന്നാ എടുത്ത് ചാമ്പിക്കോ. ആഹാ, വാങ്ങി തന്നിട്ടവൻ പോയാ? അപ്പൊ അവൻ കള്ളുകൂടി നിർത്തിയാ? എടാ നിനക്കറിയാവോ, 10 പൈസ പോലും ഷെയർ ഇടാതെ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് പോയവനാ അവൻ. ഇപ്പൊ നമുക്ക് അവനാ ഈ മുന്തിയിനം മദ്യം വാങ്ങിച്ചത്. എങ്ങനുണ്ട്? അതിനാ പറ്റി? ചെറിയ വട്ട്. വട്ട? അതേടാ, നീ കേട്ടിട്ടില്ലേ പ്രണയ വട്ട്? പ്രണയം മൂത്ത് വട്ടായി. ഈ അവസ്ഥയിൽ എന്ത് ചോദിച്ചാലും അവൻ വാങ്ങിത്തരും. ഞാനിങ്ങനെ കേട്ടായിരുന്നു അവൻ്റെ ഒരു പെണ്ണിനോട് പ്രണയമാണെന്നൊക്കെ. അതെന്നാ സംഭവം അറിയാവോ? കഥ വല്ല അറിയാവോ? മതി. ഷിബുവേ, നീ ആ കഥയൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് വിട്. ആ ഭയങ്കര പ്രണയ കഥയുടെ തുടക്കത്തീന്ന് വിട്. ഫ്ലാഷ് ബാക്ക്. ഈ ആദ്യം ഇത് എവിടെ പോയി കിടക്കും? വരില്ലേ? ആശാനെ, വരുന്നൊരു സംഭവം ഉണ്ടായി. ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. ബൈക്കിലിങ്ങനെ മഴ മാറി. ഞാൻ സൈഡ് നോക്കി. ഞാൻ നോക്കുമ്പോൾ അവളിങ്ങനെ ഒരു കൊടയുമായി ഇങ്ങനെ നടന്നു വരുന്നു. അവളുടെ മുഖം ഞാൻ കണ്ടാശാനെ. പിന്നെ ചുറ്റുമുള്ളത് ഒന്നും കാണാൻ പറ്റൂല. നീ തട്ടത്തിൽ മറയത്തെ ഡയലോഗ് അടിക്കാതെ അവൾ എവിടെ പോയെന്ന് പറയടാ. ഒരു പെണ്ണെ വെറുതെ വിടില്ലല്ലേ? എടാ, എന്നിട്ട് അവൾ എങ്ങോട്ടാടാ പോയെ? ഒരു ബസ് വന്ന് നിന്നു. അതിൽ കയറി അവൾ എങ്ങോട്ടോ പോ. ആശാനെ, ദേ അവൾ. ആശാനെ, ഇതവിടെ മറന്നു വെച്ചതാ. ഇതുകൊണ്ട് എടുത്ത് പരിചയപ്പെട്ടാലോ? എടാ, നായിക മറന്നു വെച്ച സാധനമൊക്കെ എടുത്ത് കൊടുത്ത് പരിചയപ്പെടുന്നതൊക്കെ ക്ലീശ പരിപാടിയല്ലേ. അവളല്ലേ? അവളെനിക്കറിയാം. നിനക്കറിയോ? ഡാ, അവന് മാത്രമല്ലേ എനിക്കും അറിയാം.
നിങ്ങൾക്കും അറിയാവോ? ഞാനിതും പറഞ്ഞിട്ടില്ല. എന്നിട്ട് എടാ, നീ ഈ നാട്ടിൽ വന്ന് കുറെ നാളെ നാട്ടിലല്ലോ. നല്ല കുട്ടിയാ. ജോലി, വീട്, സ്ഥലം, ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ അങ്ങോട്ട് തരാം. എന്നാ? അതെ അതെ, പക്ഷെ ഞങ്ങളെ ഒന്ന് കാണേണ്ട പോലെ കാണണം. അതാണ്, കാണേണ്ട രീതിയിൽ കാണണം. രണ്ടു ദിവസം കഴിഞ്ഞ് അവൻ ഇങ്ങോട്ടൊരു വരവ് വന്ന് എനിക്ക് കെട്ടുന്നുണ്ടെങ്കിൽ അവളെ കെട്ടുന്നുള്ളത്. പ്രണയം, ഭയങ്കര പ്രണയം. ഒരു രൂപ മദ്യമായവൻ വന്ന് ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ. എന്നല്ല പെൺകുട്ടിയുടെ വിവരം കിട്ടുള്ളൂ അല്ലേ? എന്നിട്ട് അവന് പ്രണയം മൂത്ത് ഭ്രാന്തായെന്ന് മനസ്സിലായി. അവന്റെ ഭ്രാന്തിന് നമ്മക്കൊന്നും മദ്യം. എന്നിട്ട് എന്തായി അവന്റെ പ്രണയം? ചുമ്മാ അയാൾ പ്രണയ പരവേശത്താൽ പാറിപ്പറഞ്ഞു. വിത്ത് എ ബ്യൂട്ടിഫുൾ സോങ്. തേടി ഞാൻ ദൂരെയായി ഈറനാമൊരു പൂവിനെ, മൗനമായി വന്നു നീ തേനിളം പൂന്തെന്നല. തേടി ഞാൻ ദൂരെയായി ഈറനാമൊരു പൂവിനെ, മൗനമായി വന്നു നീ തേനിളം പൂന്തെന്നലായി. മുകിലായി മനം പാടിടുന്നൊരാഴിയിൽ തിരയായി ഇണയായി വരൂ, കൂട്ടിലായി നീ വേനലിൽ മഴയായി. പാട്ട് കൊള്ളാം അല്ലേ? പ്രണയം തലക്ക് പിടിച്ചാൽ ആരാ പാട്ട് പാടാത്തത്? നിനക്കും ഉണ്ടായിരുന്നല്ലോ ഒരു പ്രണയം. ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു. അവസാനമായി കണ്ടുപിരിയുമ്പോൾ ഞാൻ അവൾക്കൊരു മയിൽപ്പീലി സമ്മാനിച്ചിരുന്നു. രാവിൽ നിലാവാകെ തേനിൽ നിലാവായേ പൂവിൽ ഇതൾ പോലെ തേനിൽ വിരിഞ്ഞു നീ വരൂ. ഈ വീതിയിൽ തണലായി എൻ നിഴലായി എൻ ചാരേ കുളിരാകവേ നനു കാറ്റുമായി പുണരാൻ വരൂ. ഈ ജന്മം കാത്തിടാം. അതിനിത് അവന്റെ ആദ്യ പ്രണയമൊന്നും അല്ലല്ലോ. മാതിരി ഭ്രാന്തി പിടിച്ച അവന്റെ ആദ്യത്തെ പ്രണയം ഇത്. എന്തായാലും നാളെ അവനാ പെണ്ണിനോട് ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടി ഇരിക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് നിന്നോട് ആര് പറഞ്ഞു? നമ്മുടെ അവൻ്റെ കൂടെ വാലയത്തും കിടക്കണ പയ്യനില്ലേ, അവൻ പറഞ്ഞ. എന്നാ മേലാടാ ചിരിക്കുന്നത്? നാളെ ആ പൊട്ടപ്പ ഇഷ്ടം പറഞ്ഞുള്ള അവസ്ഥ ഓർത്ത് ചിരിച്ചു പോയതാ. അല്ല, അതിൻ്റെ അത്ര ചിരിക്കാനുള്ള. ചിരിക്കാനേ ഉള്ളൂ. അത് കേട്ടാൽ നിങ്ങൾ ചിരിക്കും. ഞങ്ങളെ ആ പൊട്ടനെ പറ്റിച്ചതാ. പറ്റിച്ചെന്നോ? എങ്ങനെ? മനസ്സിലാകുന്ന ഭാഷ പറയാ. അതെ, കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട് മോനെ. അത് ആ പൊട്ടൻ അറിയത്തില്ല. ടിസ്റ്റാ? എന്ത് ടിസ്റ്റ്? ഈ ലോകത്ത് അവന് ഇതിലും വലിയ പണി കിട്ടാനില്ല.
ഞങ്ങൾ കൊടുത്തതിലും വെച്ച് ഏറ്റവും വലിയ പണി. നമ്മുടെ ഭയങ്കര കാമുവിന് അറിയില്ലാത്തൊരു ട്വിസ്റ്റ് പണി. എടാ ഷിബുവേ, അതൊന്നും പറയടാ, ഇവരും ഒന്ന് ചിരിക്കട്ടെ. പറ. ഞാനും ആദിയുടെ കാമുകയും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അന്ന് അവളുടെ പേര് ശ്രീജ എന്നല്ല, ശ്രീജേഷ് എന്നായിരുന്നു. ശ്രീജേഷോ? അതെ, ശ്രീജേഷ്. മനസ്സിലായില്ല. മനസ്സിലായില്ല? എടാ മണ്ട, അന്ന് ബോയ് ഇന്ന് ഗേള്. ഷീസ് എ ട്രാൻസ്ജെൻഡർ ഗേൾ. മനസ്സിലായോ? അല്ല, അപ്പോ അവനിതറിയത്തില്ലേ? അറിയിച്ചില്ല. ചതിയല്ലേ ആശാൻ ഇത്? അവനിതറിഞ്ഞു കഴിഞ്ഞാ പ്രശ്നമാവത്തില്ലേ? ആകണം, ആ മണ്ട തേയണം. പിന്നെ ഇനി നിങ്ങളായിട്ട് പോയി പറഞ്ഞ് അവൻ അറിയാൻ നിൽക്കണ്ട. അങ്ങനെ അറിഞ്ഞാൽ എന്റെ സ്വഭാവം അറിയാലോ. നാളെ അവന് ഇഷ്ടമാണെന്ന് പറയുമെന്നല്ലേ പറഞ്ഞത്? നമുക്കൊരു കളി കളിച്ച് നോക്കാം. ഇതങ്ങനെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചാലേ അതിന്റെ ത്രില്ലങ്ങ് പോവും. എന്താ? എന്ത് കളി കളിക്കാൻ? ആ ഐറ്റം നിന്റെ കൂടെ പഠിച്ചതല്ലേ? അവനെ ഒന്ന് പറ്റിക്കാൻ നമ്മുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ അവള് കേൾക്കില്ല. അത് വേണോ ആശാനെ? വേണം. അവള് കൂടെ നിന്ന കുറച്ച് നാൾ കൂടി അവനെ പറ്റിക്കാം. പിന്നെ കുറച്ച് കാശ് കൂടി അവന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാൻ എങ്ങനെയുണ്ടായിരുന്നു? നാളെ അവൻ വരുന്നതിന് മുമ്പ് നീ അവളുടെ അടുത്ത് ചെല്ലണം. കൂടെ ആരാന്ന് വെച്ചാൽ കുട്ടിക്കോ? നീ എന്നിട്ട് അവളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം. ബാക്കി എല്ലാ കാര്യവും നമുക്ക് റെഡിയാക്കാം. ഓക്കെ? ആശാൻ ആശാനായി പോളി സാധനം. ആ, നീ ഒന്ന് ഇവിടെ ഇരുന്നോ. ശ്രീജ, ഹായ്. ഹായ് ഷിബു, നീ എന്താ ഇവിടെ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നോ. എന്നെയോ? ഞാനിവിടെ ഉണ്ടാവുമെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ആട്ടെ, എന്താ കാര്യം? നിന്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. ആ, നീ പറ. ഉറപ്പാണല്ലോ അല്ലേ? നീ പറ കാര്യം. എടി, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവൻ്റെ പേര് ആദിന്നാ. അവന് നിന്നോട് ഭയങ്കര പ്രണയം. എന്താ സംഭവം എന്ന് വെച്ചാലേ, നീ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള കാര്യം ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. അവനെ ഒന്ന് ഫൂളാക്കാൻ വേണ്ടി ഇരിക്കണത്. ഇന്ന് അവൻ നിന്നോട് ഇഷ്ടമെന്ന് പറയും. അവിടെയാണ് നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യം. നീ സത്യം അവനോട് പറയരുത്. നമുക്ക് ഒരുമിച്ച് നിന്ന് കുറച്ച് നാൾ കൂടി അവനെ പറ്റിക്കാം. പൊട്ടനായതുകൊണ്ട് പറ്റിക്കാൻ എളുപ്പമാണ്. കുറേ പൈസ അടിച്ചു മാറ്റാം. എടാ, ഒന്നിച്ച് പഠിച്ച കാലം മുതൽ തുടങ്ങിയ കളിയാക്കല്ലേ? വർഷം ഇത്രയും കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും എന്നോടുള്ള സമീപനം ഒന്ന് മാറ്റിക്കൂടെ? എടി, നിനക്കൂടി കുറച്ച് ഗുണമുള്ള കാര്യമായതുകൊണ്ടാ, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ. നിർത്ത്. അന്നും എന്നും നിന്നെ പോലുള്ളവരുണ്ട്. ഞങ്ങളെയൊക്കെ വിഡ്ഢിവേഷമായിട്ട് മാത്രം കാണുന്നവര്. ഇവിടുത്തെ ഗവൺമെന്റ് പോലും ഞങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുന്നുണ്ട്. എന്നാലും ചിലർ, നിന്നെപ്പോലുള്ളവർ, പരിഗണന വേണ്ട, കുറച്ച് മനുഷ്യത്വം. ഞങ്ങൾ മനുഷ്യരാണ്, വികാരമുള്ളവരാണ്. അതിന് കുറച്ച് വില കൽപ്പിച്ചൂടെ? നിനക്ക് വേണ്ടി ഞാൻ അഭിനയിക്കണം പോലും. നിന്റെയൊക്കെ ഓരോ നോട്ടത്തിൽ മനസ്സിലാവുന്നുണ്ട് ആ ഒരു അവഗണന. ഹേയ് ലുക്ക്, പൈസക്ക് വേണ്ടി എന്ത് വേണം ചെയ്യുന്നവരല്ലേ നിങ്ങൾ? ചുമ്മാ വേണ്ട, എത്രയാന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ഡീലാക്കാം. ചറ്റവർത്താനം പറഞ്ഞോടാ നാറി. ആരോടാ പൈസക്ക് വേണ്ടി ചെയ്യുന്നേ? എടാ, വിടടാ. എന്നെ വേണ്ടിയാണോ നീ കാണിക്കുന്നത്? പിള്ളേരെ ബ്രൂസിലിയുടെ മോളോ? നീ ബോഡി പുല്ലേ. നിനക്ക് മതിയായിരോടാ ചെറ്റേ. എന്റെ പൊടിപ്പര അമ്മച്ചേ. കാറ്റ് പോയോ? ചത്തിട്ടില്ല ആശാനെ. നീ എന്തിനാ അവരോട് ദേഷ്യപ്പെട്ടെ? പിന്നെ ദേഷ്യപ്പെടാതെ ഇമ്മാതിരി വർത്താനം പറഞ്ഞവനെ പിടിച്ച് ഉമ്മ നോക്കണം. പക്ഷെ തല്ലേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ആ, അത് ആവശ്യമായിരുന്നു. ഇവനാന്ന് തോന്നുന്നല്ലേ മറ്റവന്മാര് പറഞ്ഞു. ആണെന്ന് തോന്നുന്നു. ഒന്ന് ഇറങ്ങി വരൂ, ഒരു കാര്യം പറയണ്ടായിരുന്നു. ഇറങ്ങടി.
എന്താണ് നിനക്ക് പറയാനുള്ളത്? അയ്യോ പെങ്ങളോടല്ല, ആ കുട്ടികളെ പറയാനുള്ളത്. തനിക്ക് ആ കുട്ടിയോട് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. തന്റെ പേര് ആദ്യം എന്നല്ലേ? അയ്യോ എന്നെ എങ്ങനെ അറിയാം? തന്റെ 2 കൂട്ടുകാർ കുറച്ച് ഞങ്ങളെ കാണാൻ വന്നിരുന്നു. അവന്മാര് പറഞ്ഞറിയാം. എൻ്റെ കൂട്ടുകാരോ? ആര്? തന്റെ 2 അലവലാദികള്. അവന്മാർക്കുള്ളത് കൊടുത്തിട്ടാ ഞങ്ങൾ വന്നേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തനിക്ക് ഇവളെ ഇഷ്ടമാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. എല്ലാം തന്റെ കൂട്ടുകാർ പറഞ്ഞു. എടോ കുറെ കാലമായിട്ട് അവന്മാര് തന്നെ ഇട്ട് പറ്റിക്കുക. ഇമാതിരി അലവലാദികളായിട്ട് കൂട്ടുകൂടി നടക്കാതെ താൻ തന്റെ സ്വന്തം കാര്യം നോക്കണോ? എന്താ കാര്യം? ഞാൻ പറയാം. തനിക്കെന്നോട് ഭയങ്കര പ്രണയമാണല്ലേ? അത് പറയാനല്ലേ ഇപ്പോൾ വന്നതും? തൻ്റെ കൂട്ടുകാർ തന്നെ പറ്റിക്കുന്നതാ. ഞാൻ താൻ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. ഞാൻ ട്രാൻസ്ജെൻഡറാണ്. അതെ, ഞാനൊരു ട്രാൻസ്ജെൻഡറാണ്. സത്യം അറിഞ്ഞില്ലേ? ഇനി പൊക്കൂടെ? അതെ, അവര് പറഞ്ഞ സത്യമാ. എനിക്ക് തന്നോട് ഭയങ്കര പ്രണയമാ. പക്ഷെ അവരെന്നെയല്ല, ഞാൻ അവരെയാ പറ്റിക്കുന്നത്. ഈ മയിൽപ്പീലി താൻ ഓർക്കുന്നുണ്ടോ? തന്റെ മാഗസിനിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. എടാ, നായിക മറന്നു വെച്ച സാധനമൊക്കെ എടുത്ത് കൊടുത്ത് പരിചയപ്പെടുന്നതൊക്കെ ക്ലീശ പരിപാടിയല്ലേ? ഡാ, അവന് മാത്രമല്ലേ, എനിക്കും അറിയാം. എടാ, നല്ല കുട്ടിയടാ, നമുക്കറിയാവുന്നല്ലേ. എടാ, കെട്ടുന്നെങ്കിൽ നീ ഇവളെ തന്നെ കെട്ടണം. പിടിച്ചോ, വേറെ ആരും തട്ടിയെടുക്കുന്നതിന് മുമ്പ്. ഇത് നിന്റെ ഭാഗ്യം തന്നെയാ. തന്നെപ്പറ്റി മാഗസിനിൽ വായിച്ചാണ് കൂടുതൽ അറിഞ്ഞത്. താനിവിടെ നോവലൊക്കെ എഴുതുമെന്ന് പറഞ്ഞു. അതൊക്കെ തേടിപ്പിടിച്ച് വായിച്ചു. പ്രണയം ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതതുപോലെയല്ല. എൻ്റെ ജീവിതത്തിൽ മരണം വരെ കൂടെ ഉണ്ടാണെന്ന് ആഗ്രഹിക്കുന്ന ആദ്യ പ്രണയമാണ് താൻ. അതിനൊരു കാരണം കൂടിയുണ്ട്. കളിയാക്കലും പരിഹാസവും കൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദന ഒരുപാട് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ. ഇപ്പം ഞാൻ പോവാ. പക്ഷേ നാളെ ഞാൻ വീണ്ടും വരും തൻ്റെ മറുപടിക്കായി. ഈ മയിൽപ്പീലി നീ ഇതൊരു ഉപേക്ഷിച്ചില്ലേ? ഇതെനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ഓ, നിന്റെ നഷ്ടപ്രണയത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണോ ഇത്? പ്രണയമെന്നും ഓർമ്മകളാണല്ലോ. നഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ പ്രണയമെന്നും എൻ്റെ മനസ്സിലുണ്ടാവും. എൻ്റെ പ്രണയത്തിന് മരണമില്ല. ഓഹോ, സാഹിത്യം. നിന്റെ ഓർമ്മകൾ ഇവിടെ ഇരിക്കട്ടെ. രാവിൽ നീലാവാകെ തേനിൽ നീലാവായേ പൂവിൽ ഇതൾ പോലെ തേനിൽ വിരിഞ്ഞു നീ വരൂ ഈ വീതിയിൽ തണലായി നിഴലായി. വിനോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
കാഴ്ചകളെ ഇത്രയധികം സ്നേഹിക്കുന്ന ബിനുവിന് കാഴ്ചയില്ലാത്ത എന്നെ എങ്ങനെ പ്രണയിക്കാൻ തോന്നി? ലോകത്തുള്ള എല്ലാ കാമുകിയും കാമുകനും പരസ്പരം ചോദിക്കുന്ന ചോദ്യം അത്. എന്നെ എന്ത് കണ്ട് സ്നേഹിച്ചു എന്ന്. ഞാൻ സിമ്പിളായിട്ട് തന്നെ ഉത്തരം പറയാം. അതിൻ്റെ പേരാണ് പ്രണയം.